കുഞ്ഞിച്ചോ മിനസാൻ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോ സെക്ടിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, എൻ്റെ ഫേവററ്റ് സീരീസിൽ ഒന്നാണ് ഈ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോ സെക്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു സീരീസാണ്. ബിക്കോസ് എനിക്ക് ഉറപ്പാണ് എൻ്റെ ഓഡിയൻസിന് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായതുകൊണ്ട് ചെറിയൊരു മടിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വീണ്ടും പറയുവാണ്, ഗ്രാജുവലി ഈ സീരീസ് ബെറ്റർ ആകും. സ്റ്റാർട്ടിംഗ് ആണ്, അതൊന്നും അങ്ങോട്ട് മാറിക്കോട്ടെ. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഒന്നാം തരം സീരീസ് തന്നെയാണ്. അതുകൊണ്ട് അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും ഉറപ്പ് വരുത്തിയേക്ക്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു വലിയൊരു സ്ഫോടനമാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കോങ് ചെയ്ത ഒരു അറ്റാക്ക് ആയിരുന്നു. എനിക്കുറപ്പാണ്, ഞാൻ എൻ്റെ ഗാർഡ് ഒരിക്കലും ലെറ്റ് ഡൗൺ ചെയ്തില്ല. ഒരു മാർഷൽ ആർട്ടിൻ്റെ ഏറ്റവും ആദ്യത്തെ റൂൾ അത് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ആരൊക്കെയാണെങ്കിലും നമ്മുടെ എതിരാളിനെ ഒരിക്കലും നമ്മൾ ലുക്ക് ഡൗൺ ചെയ്യാൻ പാടില്ല. ഈവൻ ഒരു മുയലിനെ പിടിക്കണമെന്നുണ്ടെങ്കിലും ഒരു പുലി അതിന്റെ ഫുൾ പവർ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? സത്യം പറയാലോ, ആ മാസ്ക് ധരിച്ചവൻ എന്റെ എസ്കോർട്ട് വാരിയേഴ്സിനെ എല്ലാം തന്നെ ഡിഫീറ്റ് ചെയ്തു. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എന്റെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്തിട്ടില്ല. പക്ഷേ അവന്റെ മുഖം ഇപ്പോഴും കംപ്ലീറ്റ്ലി ബോറടിച്ചതുപോലെയാണ്. അതുകൊണ്ട് നിന്റെ എക്സ്പ്രഷൻ ഞാൻ ഫിക്സ് ചെയ്യുന്നു പറഞ്ഞ് നമ്മുടെ കോങ് വീണ്ടും ചങ്മെങ്ങിന്റെ നേരെ ഓടി വന്നു. അവൻ പവർഫുൾ ആയുള്ള ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ പോയത്. പക്ഷേ ചങ്മെങ്ങിന് ഒരു കൂസലും ഇല്ലായിരുന്നു. അവനൊരു കിഡിലിന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവനിത് നിസ്സാരമായി തന്നെ ബ്ലോക്ക് ചെയ്തു. അതിന് ആ ബ്ലോക്ക് ചെയ്തത് അവൻ്റെ സോഡ് യൂസ് ചെയ്താണ്. പക്ഷേ അത് ബ്ലോക്ക് ചെയ്തത് മാത്രമല്ല, ആ ഒരു അറ്റാക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവൻ്റെ കയ്യിലേക്ക് കയറി. അവൻ്റെ കൈ പൂർണ്ണമായിട്ടും വേദനിക്കാൻ തുടങ്ങി. നാശം, അവനെൻ്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്തത് മാത്രമല്ല, ആ ഒരു എനർജി എല്ലാം കൂടെ എൻ്റെ കയ്യിലേക്ക് തിരിച്ചു കയറി. ഇതെനിക്ക് നീ ശരിക്കും ഒരു വിഡ്ഢിയാണ് കേട്ടോ. ഞാനൊരു കാര്യം റെക്കമെൻഡ് ചെയ്യാം, നീ അതിനി യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്ത് 2-3 തവണ കൂടെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്റെ കൈയും കാലൊക്കെ ഓടിയോടാ. അതുകൊണ്ട് അത് യൂസ് ചെയ്തിരിക്കണതാണ് നല്ലത്. എന്നാൽ ദേഷ്യം വന്ന കോങ് അതൊന്നും മൈൻഡ് അതെ ആ ഒരു എനർജി അവന്റെ കാലിലേക്ക് ചാനൽ ചെയ്തു. എന്നിട്ട് ഒരു അറ്റാക്ക് അവന്റെ നേരെ അയച്ചു. ആ ഒരു അറ്റാക്ക് ചങ്മെങ്ങിന്റെ നേരെ ചെല്ലുന്നുണ്ടെങ്കിലും ലിറ്ററലി അവനോടൊന്ന് മാഞ്ഞുപോയി. അല്ല, അവൻ മാഞ്ഞു പോയോ എന്ന് ചോദിച്ച നിമിഷം ചങ്മെങ് അവന്റെ തൊട്ട് പുറകിലെത്തി. അത് സെൻസ് ചെയ്തിട്ട് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്തു. അവൻ ആ സോഡ് കൊണ്ട് തന്നെ അത് ബ്ലോക്ക് ചെയ്തു. ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് അവന്റെ കയ്യിലേക്ക് വീണ്ടും തറച്ചു കയറി. വേദന കൊണ്ട് അവൻ കാറാനും തുടങ്ങി. ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞതാണ്, വെറുതെ എന്തിനാണ് നിന്റെ കൈ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? ഉറപ്പായിട്ട് നിന്റെ കൈ ഒടിയും കിട്ടാ. നാശം, ഇവനധികം ഫാസ്റ്റ് ഒന്നുമല്ല. അല്ല, ഫാസ്റ്റ് എന്ന് മാത്രമല്ല, ഇവനധികം സ്ട്രോങ്ങറും അല്ല. അത് ഡെഫിനറ്റ്ലി എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇവൻ ഫാസ്റ്റും അല്ല സ്ട്രോങ്ങും അല്ല. എന്നാൽ അവന്റെ ലുക്സ് പ്രകാരം എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇവനെ പോലെ നിൽക്കുന്ന 10 പേരെങ്കിലും എനിക്ക് നിസ്സാരമായി ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വീണ്ടും ചങ്മെങ്ങിന്റെ നേരെ അവനൊരു അറ്റാക്ക് ചെയ്തു. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ഒരു അറ്റാക്ക് പോലും അവന്റെ ശരീരത്തിൽ ചെല്ലുന്നില്ല. ലിറ്ററലി ശരിക്കും സ്ലോ ആണവൻ. എങ്കിലും അവൻ പെർഫെക്റ്റ് ആയുള്ള ടൈമിങ്ങിൽ, പെർഫെക്റ്റ് ആയുള്ള ഡയറക്ഷനിൽ, പെർഫെക്റ്റ് ആയുള്ള ഡിസ്റ്റൻസിലാണ് അവൻ ചേഞ്ച് ചെയ്യുന്നത്. അവൻ ഒരു തരത്തിലുള്ള വേസ്റ്റ് മൂവ്സും ചെയ്യുന്നില്ല. ലിറ്ററലി ഇവനൊരു ഗോബ്ലിൻ പോലെ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അറ്റാക്ക് അവൻ ഡോഡ് ചെയ്തിട്ട് അവന്റെ മൂക്കി കൈയിട്ടുണ്ടാണ് ചങ്മെങ് അവിടെ നിന്നത്. അവൻ്റെ എല്ലാത്തരം അറ്റാക്സും വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. ഇവൻ ഇവൻ ശരിക്കും ഒരു മോൺസ്റ്ററാണ്. ഇവനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അത് ശരിക്കും അപകടമാണ്. ആ, മതി മതി, ഇനി എന്തായാലും എനിക്ക് കഴിയത്തില്ല. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ നിന്റെ കൂടെ കളിക്കണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ എനർജി വെറുതെ. നീ എങ്ങനെയാണ്, അല്ല നിന്നെ പോലത്തെ എങ്ങനെയാണ് മൗണ്ട് ഹോസ്പിറ്റലിൽ ഇത്ര നാൾ ഉണ്ടായിരുന്നത്? ചങ്മെങ് ഒന്നും തന്നെ മിണ്ടിയില്ല. പെട്ടെന്ന് ആ സോറെടുത്ത് അവൻ്റെ തോളത്ത് വെച്ചിട്ട് പറയും ചെയ്യും, അതെന്തിനാടാ ഞാൻ നിന്നോട് പറയുന്നത്? നീ ചുമ്മാ വായ്ത്താളിട്ട് അടയ്ക്കത്തേ ഉള്ളു, അല്ലാതെ നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ല. അതുമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ നിന്നോടല്ലേ ഇത് ചോദിക്കേണ്ടത്. നിന്നെ പോലെ ഒരു മാർഷൽ ആർട്സ് ടെക്നിക്കൊക്കെ അറിയാവുന്ന ഒരാൾ എന്താടാ വെറും ഒരു കടയുടെ ഓണറായിട്ട് അവിടെ നിന്നത്? എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, നീ ആ ഹോയിൽ നിന്നത് ചുമ്മാ അതൊന്നുമല്ല, എന്തെങ്കിലും ഉറപ്പായിരിക്കും. നീ എന്താണ് അങ്ങനെ ചോദിച്ചത്? എവിടെയെങ്കിലും എന്തെങ്കിലും നിയമമുണ്ടോ സ്ട്രോങ്ങർ ആയ മാർഷൽ ആർട്സിന് കട നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ലെന്ന്? ഒരിക്കലും ഇല്ല. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം അറിയാം. നിന്റെ സ്കില്ല് വെച്ചുകൊണ്ട് ഒരു കട നടത്തുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ നിനക്ക് നിന്റെ സ്കില്ല് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നീ പറഞ്ഞു വരുന്നത് വേണ്ട വേണ്ട വേണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. നീ പറയാൻ പോകുന്നത് എന്നാന്ന് എനിക്കറിയാം. എനിക്ക് സീക്രട്ടുള്ള സ്കീമൊന്നും ഇല്ല, ബാഡ് ഇന്റൻഷനും ഇല്ല. ഞാൻ അവിടെ വന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ്, അതിൻ്റെ ഓൺ ഡിസിഷനാണ്. ഇതല്ലേ നീ പറയാൻ വന്നത്? അത് തന്നെ എനിക്ക് തോന്നിയായിരുന്നു. അല്ലെങ്കിൽ നീ അത് തന്നെ പറയത്തുള്ളൂ. അപ്പോ ഇതാ പിടിച്ചോ എൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞാൽ നിന്നെപ്പോലുള്ള നായകളില്ലേ, ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയാത്തവര്, ഇവരെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാവോ? ഇല്ല, അത് ഞാനെങ്ങനെ അറിയാനാണ്? പെട്ടെന്ന് അവൻ്റെ കൈ കൊണ്ട് ചുരുട്ടി പിടിച്ചിട്ട് പറയും ചെയ്യും, തല്ലി അവൻ്റെ എല്ല് ഞാൻ പുറത്ത് കൊണ്ടുവരും. ഏ ഹാ
വേണ്ട വേണ്ട വേണ്ട, ഇനി എന്തായാലും എനിക്ക് വേസ്റ്റ് ചെയ്യാനൊന്നും ടൈമൊന്നുമില്ല. എൻ്റെ എനർജി വേസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ്? നീ എന്തായാലും വായത്താളം അടക്കത്ത് മാത്രമേ ഉള്ളൂ. ആ, ചെറിയൊരു കമ്പാരിസണും കൂടെ ഞാൻ പറഞ്ഞുതരാം. നീയും ഞാനും തമ്മി ഇതെന്തായാലും നിനക്ക് യൂസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നും പറഞ്ഞ് ഒരു അറ്റാക്ക് ചെയ്തിട്ട് അവിടേക്ക് വന്നപ്പോൾ അവൻ അവൻ്റെ കാലിൻ്റെ നേരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവൻ്റെ അറ്റാക്ക് സ്ലോ ആയിരിക്കും. അത് എനിക്ക് കറക്റ്റ് സമയത്ത് ഡോഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചങ്ങ അവൻ്റെ ഷോൾഡർ നോക്കി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ഇത് എൻ്റെ ഷോൾഡറല്ലോ, പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു അവൻ്റെ കാലിന് നേരെയാണല്ലോ വന്നത്. എന്നാൽ പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അടുത്തൊരു അറ്റാക്ക് അവൻ്റെ തലയുടെ നേരെ വന്നു. എൻ്റെ തല ഇത്തവണ ഞാനത് ഉറപ്പായിട്ടും ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവൻ ഞെട്ടി. കാര്യം അവൻ്റെ കൈയുടെ താഴത്തൂടെ ആ ഒരു സോഡ് അവിടേക്ക് വന്നു. അവൻ്റെ കഴുത്തിലേക്ക് അതങ്ങോട്ട് കുത്തിക്കയറ്റി. പെട്ടെന്ന് അവൻ ബാക്കിലേക്ക് തെറിച്ചു പോയി. അതവൻ്റെ കഴുത്തിൽ വന്ന് വീണതുകൊണ്ട് അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. നാശം, ഞാൻ ഞാൻ കണ്ടതാണ് അതിൻ്റെ തലയുടെ നേരെയാണ് വന്നത്. പക്ഷെ എന്നിട്ടും ശ്വാസം കിട്ടാത്തതുകൊണ്ട് തന്നെ അവൻ്റെ തല പതുക്കെ മങ്ങാൻ തുടങ്ങി. എനിക്ക് ആ ഒരു അറ്റാക്ക് അടുത്ത സെക്കൻഡിൽ കാണുന്നത് ലിറ്ററലി കുറെ അധികം അറ്റാക്സ് കോങ്ങിന്റെ നേരെ അവൻ ചെയ്യുന്നതാണ്. കോങ്ങിന് വ്യക്തമായി തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ്റെ തല്ലുകൊണ്ട് ഞാൻ ചാകുമെന്ന്. അതിലുപരി ഇവൻ്റെ കണ്ണിൽ വ്യക്തമായി തന്നെ എനിക്കൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന ഒരു കൊലയാളിയുടെ കണ്ണ് എനിക്ക് അതിൻ്റെ അകത്ത്. പെട്ടെന്ന് അവൻ എൻ്റെ സോഡ് പുറത്തേക്കെടുത്തു. കോങ് ശരിക്കും ഒന്ന് ഞെട്ടി. ഇല്ല, എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജങ് മ്യാങ് ഒരു അറ്റാക്ക് ചെയ്തിട്ട് ആ സോഡ് എടുത്ത് അങ്ങോട്ട് ഉയർത്തി. വേണ്ടെന്ന് പറഞ്ഞ ഉച്ചത്തിൽ കാറിയപ്പോൾ ഒരു മാസീവ് ഉള്ള അറ്റാക്കാണ് അവിടേക്ക് പോയത്. ലിറ്ററലി ആ കാടിനെ തന്നെ പിടിച്ച് കുലുക്കി എന്ന് തന്നെ പറയണം. അല്ല, അത് തായി ഗോൾഡ് പാം ടെക്നിക്കല്ലേ? എന്ത്? ഇതേ സമയം ജങ്മങ് നിസ്സാരമായി ആ അറ്റാക്ക് തല കുനിച്ച് ഡോട്ട് ചെയ്തിരുന്നു. നീ സദേൺ എഡ്ജ് സെറ്റിലെ ഒരാളല്ലേടാ. ഇത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ അവിടുത്തെ ആളായിട്ട് മൗണ്ട് ഹോസെറ്റിന്റെ ഹൂയിലേക്ക് വന്ന് അവിടെ ഒരു കടയിട്ട് മെർച്ചൻസിലൊക്കെ ഹെഡായിട്ട് ആക്ട് ചെയ്ത് മൗണ്ട് ഹോസെറ്റിലേക്ക് വന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പൈസ തിരിച്ചെടുക്കാൻ നോക്കി ഞങ്ങളുടെ ടെമ്പിളിനെ നീ കയ്യേറാനൊക്കെ നോക്കിയത്. പറയടാ, ആരാടാ നിന്നെ അവിടെ കഴിച്ചത്? നാശം, ഞാനത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവൻ പോകുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അതിലുപരി അത് ഞാൻ ചെയ്തത് ഒരു ക്രിട്ടിക്കൽ മിസ്റ്റേക്ക് ആണോ? ഒരിക്കലുമല്ല. അവൻ എന്നെ കൊല്ലാൻ പോയതാണ്. ആ ഒറ്റക്ക് പതിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിച്ചതാണ്. അതുകൊണ്ട് പാനിക്കായിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അതിനർത്ഥം ഇവനത് ഇൻറ്റൻഷ്യലി അവൻ പ്ലാൻ ചെയ്തതാണോ? അത് കൊള്ളാം. അപ്പം നീ സംസാരിക്കത്തില്ലല്ലേ? കുഴപ്പമില്ലടാ, ഇതൊക്കെ ഉള്ള കാര്യം തന്നെയല്ലേ. ഈ ലോയാലിറ്റി എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ലല്ലോ. അതെന്തായാലും നമുക്ക് വേണം. പിന്നെ നിന്നെ ചോയ്സ് അത് ഞാൻ ഉറപ്പായിട്ടും റെസ്പെക്ട് ചെയ്യും. പക്ഷേ സദേൺ എഡ്ജ് സെറ്റിനെ എനിക്കൊരിക്കലും ലുക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. മൗണ്ട് ഹോസെറ്റായിട്ട് അവർക്ക് പണ്ട് തൊട്ടേ ചെറിയൊരു വശപ്പശകൊക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവനെ പോലൊരാൾ, അതും ഇപ്പോൾ ഈ ഒരു സദേൺ എഡ്ജ് സെറ്റ് എന്ന് പറയുന്നത് ടോപ്പ് 10 ഗ്രേറ്റ് സെറ്റ്സിലെ ഒരു ഹോൾഡ് ഉണ്ട്. എന്നിട്ടും അവർ ഇത്തരം മണ്ടത്തരമായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലെന്തോ മറ്റെന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവന്റെ ഭാഗത്തുനിന്ന് ഇനി യൂസ്ഫുൾ ആയുള്ള ഇൻഫർമേഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇവൻ എവിടുന്നാണെന്ന് എനിക്ക് വ്യക്തമായി ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. എടാ നായകളെ, ഉള്ള കാര്യം പറയാലോ, ഈ മാർഷൽ ആർട്സ് ലോകത്തിൽ സത്യം പറഞ്ഞാൽ പണ്ടും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രേറ്റ് 10 സെറ്റിലെ ഒരു സെക്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. നീയൊക്കെ സത്യം പറഞ്ഞാൽ സ്കാമേഴ്സ് ആണ്. ഒന്നാമത്തെ കാര്യം, ഒരു സെക്ടിന്റെ ടെക്നിക്ക് നീയൊക്കെ കോപ്പി ചെയ്തു. എന്നിട്ട് നീ ഇപ്പൊ കാണിക്കുന്നതോ? ഇതേ സമയം കോങ് ഒന്നും തന്നെ പറഞ്ഞില്ല. അല്ല, ഞാനീ ചെയ്തതല്ല മൗണ്ട് ഹോസെറ്റിന് വേണ്ടി തന്നെയല്ലേ? എന്ത്? നിനക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്, മൗണ്ട് ഹോസെറ്റിന് ഇനി ഭാവിയില്ല. അത് തീരാറായിരിക്കുവാണ്. അവർക്ക് അവരുടെ ടെക്നിക്കൊക്കെ നഷ്ടപ്പെട്ടു. അതുമല്ല, ഇനി അവരെന്ത് ചെയ്യാനാണ്? പാസ്റ്റിൽ നിന്നുള്ള ഒരു ടെക്നിക്ക് പോലും അവർക്ക് അറിഞ്ഞൂടാ. ആൻഡ് ഈ ഒരു സമയത്ത് അതെന്തായാലും കൊളാപ്സ് ആകുമെന്ന് ഉറപ്പാണ്. സോ ഞാനത് കുറച്ചുകൂടെ നേരത്തെ ആക്കി കൊടുത്തെന്ന് മാത്രമല്ലേ, മൗണ്ട് ഹോസെറ്റിന്റെ പ്രീവിയസ് ഉള്ള ജനറേഷൻ അതെന്തായാലും ബെറ്റർ ആയിരുന്നു. അവരുടെ ആ ഒരു മാർഷൽ ആർട്സും ബെറ്റർ ആയിരുന്നു. എന്നാൽ അതൊന്നും ഇപ്പൊ കൈമാറി വന്നിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ്? നിന്നോട് ആരാടാ അത് പറഞ്ഞത്? എടാ, നിനക്ക് മനസ്സിലാഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, നിന്നോട് ആരാണ് പറഞ്ഞത് മൗണ്ട് ഹോസെറ്റിന്റെ പ്രീവിയസ് ഉള്ള ജനറേഷനിലെ ടെക്നിക്ക് കൈമാറി വന്നിട്ടില്ലെന്ന്? അല്ലെങ്കിൽ നിന്നെ പോലെ വിവരമില്ലാത്ത ദോഷികൾ ഇങ്ങനെ പറഞ്ഞേണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞ് അല്ല തലക്കെട്ട് കൊട്ടാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മൗണ്ട് ഹോസെറ്റ് എന്നും മൗണ്ട് ഹോസെറ്റ് തന്നെയാണ്. അത് ഇന്നാണെങ്കിലും അന്നാണെങ്കിലും. പക്ഷേ നിന്റെയൊക്കെ സദേൺ എഡ്ജ് സെറ്റിന്റെ ആ ചോർച്ചിലേക്ക് നന്നായിട്ട് മനസ്സിലാകും. കാര്യം 1-2 തവണയൊന്നും അല്ല. മൗണ്ട് ഹോസെറ്റും സദേൺ എഡ്ജ് സെറ്റും സത്യം പറഞ്ഞാൽ ശരിക്കും സിമിലാരിറ്റീസ് ഉണ്ട്. കാര്യം അവർ രണ്ടുപേരും സ്ട്രോങ് ഉള്ള ഇന്റേണൽ കണക്ഷനിലാണ് പോകുന്നത്. അതുമാത്രമല്ല, അവർ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് സോഡ്സ് ആണ് അവരുടെ പ്രൈമറി വെപ്പണായിട്ട്.
ആൻഡ് പിന്നെ കാണിക്കുന്നത് കുറച്ചധികം പേരുടെ തലയൊക്കെ മുഴച്ച് നിലത്ത് കിടക്കുന്നതാണ്. നമ്മുടെ ചങ് മ്യങ് അവൻ്റെ പഴയ ലൈഫിൽ എല്ലാത്തിനെയും, അതായത് സദേൺ എഡ്ജ് സെറ്റിലെ എല്ലാത്തിനെയും പിടിച്ച് പെരുമാറാറുണ്ടായിരുന്നു നന്നായിട്ട്. അതുകൊണ്ട് രണ്ട് ഗ്രേറ്റ് കളർ സെക്ടൻസിന് ഒരു സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഒരെണ്ണം നന്നായിട്ട് വളരും, ഒരെണ്ണം താഴ്ത്താട്ട് പോകും. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എടാ, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു ഞാൻ സദേൺ എഡ്ജ് സെറ്റിലല്ല. അതിനെന്താ കുഴപ്പം? ഞാനതിന് മൗണ്ട് ഹൗസ് സെറ്റിലല്ലോ. നീ കള്ളം പറയല്ലേ? അപ്പൊ പിന്നെ നീ എന്ത് കോപ്പാണ് പറയുന്നത്? ആ മതി മതി. എന്തായാലും നീ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ടെക്നിക് കാണിച്ചു തന്നല്ലേ, തായ് ഗോൾഡ് പ്ലം ടെക്നിക്. അപ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞ് അവനെ പതുക്കെ ചങ് മ്യങ് മുകളിലേക്ക് ഉയർത്തി. ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ അത് നിനക്ക് എന്താണെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ നിനക്ക് ശരിക്കും നാണക്കേടാണ്. ആൻഡ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിനക്ക് വേണ്ടിയല്ല, നിന്നെ ഇവിടേക്ക് ഒരുത്തൻ അയച്ചിട്ടില്ലേ, അവന് വേണ്ടിയുള്ളതാണ്. അടുത്ത സെക്കൻഡ് ആ സോഡൊന്ന് അവൻ അനക്കിയതിൽ പെട്ടെന്ന് കോങ് ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ലിറ്ററലി ആ സോഡ് 6 എണ്ണമായിട്ട് മാറി അവൻ്റെ 6 സൈഡിൽ കൂടെ ആ ഒരു അറ്റാക്ക് വന്നു. അതിലെല്ലാം ഉപരി ആ സോഡ് അനങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ആ സ്ട്രോങ് ഉള്ള വിൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൽ എത്തുന്ന പോലെ, എന്നാൽ അതിനപ്പുറം അതിൻ്റെ ശരീരത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നിനക്കറിയാവോ, ഈ പ്ലം ബ്ലോസംസ് സാധാരണ ഏറ്റവും നല്ല മണം കിട്ടുന്നത് അത് മഞ്ഞുകാലത്താണ്. മഞ്ഞുകാലത്ത് നന്നായിട്ട് തന്നെ അത് പൂക്കാറുണ്ട്. എന്നാൽ മഞ്ഞുകാലം പോയിട്ട് സ്പ്രിങ് വരും. ആ സമയത്ത് മൗണ്ട് ഹോസെക്റ്റി ഫെയ്ഡല്ല ആകുന്നത്. അതും പറഞ്ഞുകൊണ്ട് അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ഈ സ്പ്രിങ് വരാൻ നേരത്ത് മൗണ്ട് ഹോസെക്റ്റി ശരിക്കും പൂക്കാറുണ്ട്. ഇതേ സമയത്താണ് അവൻ ശരിക്കും ഞെട്ടിയത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല. അവൻ പതുക്കെ കണ്ണു തുറന്ന് നേരെ മുകളിലേക്ക് നോക്കി. അത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. ആ സമയത്താണ് ചങ് മ്യങ് പറയുന്നത്, സ്പ്രിങ്ങിലാണ് ഈ മലനിരകൾ മുഴുവൻ ആ ഭംഗി കൊണ്ട് നിറയുന്നത്. പിന്നെ അവൻ കാണുന്നത് ലിറ്ററലി പ്ലം ബ്ലോസംസ് കുറേയധികം അവൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അല്ല, ഞാൻ എന്താണ് ഈ കാണുന്നത്? ആയിരക്കണക്കിന് പ്ലം ബ്ലോസം ലീവ്സ് എൻ്റെ തലക്ക് മുകളിൽ താഴത്തേക്ക് വരുന്നു. എൻ്റെ നേരെ, എൻ്റെ നേരെ, അല്ല എൻ്റെ നേരെ വരുന്നു. അല്ല, ഇത് അടുത്ത സെക്കൻഡ് 24 മൂമെന്റ് ഓഫ് ദി പ്ലം ബ്ലോസംസ് ഓഫ് ടെക്നിക്കിന്റെ റെയിൻഫാൾ എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അതെല്ലാം തന്നെ അവന്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അവനുടെ മുട്ടുകുത്തി നേരെ നിലത്തേക്ക് വീണുപോയി. ചങ് മ്യങ് അവന്റെ സോറെടുത്ത് മാറ്റി. അവൻ നേരെ നിലത്തേക്ക് വീണപ്പോൾ അവൻ കുറച്ച് ചോര അങ്ങോട്ട് തുപ്പി കളഞ്ഞു. ഹാ, ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചാകുമെന്നാണ് തോന്നുന്നത്. എൻ്റെ ഇന്റേണൽ സ്ട്രെങ്ത് ശരിക്കും ലാക്കിംഗ് ആണ്. ഇതിലും നല്ലതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ സെൽഫിലേക്കെങ്കിലും ഞാൻ എത്താൻ നോക്കണം. ഈ ടൈമിൽ ചങ് മ്യങ് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഡാ നീ തന്നെ, നീ എവിടേക്ക് വാ, ആ നീ തന്നെ വേഗം ഇങ്ങോട്ട് വാ. പിന്നെ കാണുന്നത് അവന്മാർ 4 പേര് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ആർക്കാണ് എന്നെ തല്ല് കിട്ടിയിട്ട് ഇവിടുന്ന് പോകേണ്ടത്? ഒരാൾ പോലും അവിടെ അനങ്ങിയില്ല. അപ്പോൾ ആർക്കാണ് എൻ്റെ തല്ല് കിട്ടാതെ ഇവിടുന്ന് പോകേണ്ടത്? സർ എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞ് അവന്മാർ 4 പേരും കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ആ കൊള്ളാം കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ശരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്മാർ താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് നേരെ പുറകിലേക്ക് എടുത്തോടി. നിൽക്കടാ അവിടെ. പെട്ടെന്ന് എല്ലാവരും ഒന്ന് സ്റ്റക്കായി. നീയൊക്കെ എന്താണ് വിചാരിച്ചത്? നീയൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാർട്ടൊക്കെ ഞാൻ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകും? ആ അത് പിന്നെ വെട്ടികള്. ആദ്യം ഇവിടേക്ക് വാ, എന്നിട്ട് പറ ഓരോരുത്തരുടെ കയ്യിലും എത്ര രൂപ വെച്ചുണ്ട്? സാർ എൻ്റെ 1800 ഉണ്ട്. സാർ 2300. അല്ല സാർ എൻ്റെ 8000. എന്ത്, നിന്റെ അത്രയും വലിയ പൈസ ഉണ്ടെന്ന് അവന്മാർ തന്നെ ഒരുത്തണ്ടൊക്കെ ചോദിക്കുകയും ചെയ്യും. എടാ വിട്ടികളെ, അതല്ലേ ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആ കൊള്ളാം കൊള്ളാം, എങ്കിൽ ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ സിറ്റിയിലേക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് ആ പൈസയായിട്ട് തിരിച്ചു പോവാ. ആ പൈസ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കാർട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. പിന്നെ ആ പൈസ കൊണ്ടുവരാൻ നേരത്ത് അത് ആർക്കാണ് കൊടുക്കുന്നതെന്നോ അത് എവിടെ നിന്നാണ് വന്നതെന്നോ എവിടെ നിന്നാണ് പോകുന്നതെന്നോ അങ്ങനെ ഒരു തെളിവും തന്നെ ഉണ്ടാകാൻ പാടില്ല. അല്ല, ഇവൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? സാർ എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ താങ്കൾ എന്നെ എടുക്കും? ഹാ കൊള്ളാം, ഓടാനാ? നിങ്ങൾ എവിടം വരെ ഓടാനാണ്? എടാ വിഡ്ഢികളെ, നിങ്ങൾ ഇതുവരെ സമ്പാദിച്ചതെല്ലാം തന്നെ നിങ്ങളുടെ പുറകിലിരിക്കുന്ന കാർട്ടിലാണ്. ആ കാര്യം മറന്നുപോയോ? ആ ശരിയാണ്, ആ കാർട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തുണ്ടാക്കാനാണ്? നിങ്ങളുടെ ലെഫ്റ്റ് ഓവേഴ്സ് എല്ലാം തന്നെ അതിൻ്റെ അകത്തുള്ളത്. സോ അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൂ. ആ അതറിയാം സാർ. എങ്കിൽ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ അവിടേക്ക് പോയിട്ട് ഗവൺമെൻറ്റിൻ്റെയൊക്കെ താങ്കളെപ്പറ്റി റിപ്പോർട്ട് ചെയ്താലോ? പെട്ടെന്ന് ചങ് മ്യങ് അവൻ്റെ കാലൊന്ന് ഉയർത്തി. എന്നിട്ട് നിലത്തേക്ക് ഒരു ചവിട്ടങ്ങോട്ട് ചവിട്ടിയപ്പോൾ ആ സ്ഥലം തന്നെ നിന്ന് കുലുങ്ങി. ചുരുക്കം പറഞ്ഞാൽ ആ കാട് തന്നെ നിന്ന് കുലുങ്ങി. എന്തേ ഇനി പറയണോ? പറയണ്ട. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞേക്കാം. നീയൊക്കെ ഇവിടുന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓടി എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഉറപ്പായിട്ടും നിന്നെയൊക്കെ തേടി വരും. അങ്ങനെ തേടി വന്ന് നീയൊക്കെ എൻ്റെ കയ്യിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇതേ സമയം അവന്മാർ നിന്ന് വിറക്കാൻ തുടങ്ങി.
അവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ തലതെറിച്ചവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന്. പിന്നെ കാണിക്കുന്നത് അവൻ കുറച്ച് പൈസ മടക്കുന്നതാണ്. ലിറ്ററലി അവർ പോയിട്ട് പൈസ ആയിട്ട് തിരിച്ചു വന്ന് അതെല്ലാം അവന് കൊടുത്തു. സത്യം പറഞ്ഞാൽ ആ പൈസയുടെ മണം അവന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ആ പൈസയും പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നേരെ മൗണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് ഓടി വന്ന് അതിൻ്റെ അകത്തേക്ക് അവൻ ചാടി കയറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗുള്ളിനെയാണ്. അവനായിട്ട് അവൻ്റെ ഉടുപ്പൊക്കെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ആയിട്ട് എല്ലാവരും ഇത് തന്നെയാണ്. അവരുടെ രാവിലത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു അരുവിയിൽ അവർ കുളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും മാറിപ്പോയില്ലേ. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും മാർഷൽ ആർട്സ് സ്റ്റുഡൻസ് ആയിട്ട് തോന്നുന്നത്. അല്ല, നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ആ ബ്രദർ, ഹേ, വേറൊന്നും കൊണ്ടല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ ഒരു മാർഷൽ ആർട്സ് സ്റ്റുഡൻസ് ആയിട്ട് തോന്നിയത്? അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത്? ആ, ചെറുതായിട്ടൊക്കെ. ചെറുതായിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസത്തിന് മുമ്പ് വരെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. ഇവിടുത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നോർത്ത് ഇരിക്കുന്നവരാണ് ഓരോരുത്തരും. അതിനുശേഷം അവരെല്ലാവരും കൂടെ മൗണ്ട് ഹോസക്കിലേക്ക് തിരിച്ച് ഓടിയിട്ടുണ്ട്. എല്ലാ ദിവസവും ആ മല ഞങ്ങൾ കയറുമായിരുന്നു. പക്ഷേ അത് സത്യം പറഞ്ഞാൽ സമയം കളയാൻ വേണ്ടിയാണ്, അല്ലാതെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയല്ല. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്ന് അതെല്ലാം തന്നെ മാറിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നന്ദിയെല്ലാം പറയുന്നത് ചെങ് മ്യങ്ങിനോട് മാത്രമാണ്. അവൻ വന്നതിന് ശേഷമാണ് മൗണ്ട് ഹോസക്ടി ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇപ്പം ചെറിയൊരു കാറ്റ് മാത്രമേ അവൻ കാരണം വീശിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ വേഗത കൂടുമെന്ന് എനിക്ക് ഉറപ്പാണ്. വേഗത കൂടുമെന്ന് മാത്രമല്ല, മേ ബി മൗണ്ട് ഹോസക്ട് തന്നെ കുലുങ്ങാനും ചാൻസ് വളരെ കൂടുതലാണെന്നും പറഞ്ഞ് അവർ മൗണ്ട് ഹോസക്കിന്റെ മുമ്പിലേക്ക് വന്ന് ഇറങ്ങിയപ്പോഴാണ്, നീക്ക് അവിടെ എന്ത് ചെയ്യുവാണ്, സൂക്ഷിച്ച്, അത് താഴെയിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ ഇത് മേടിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം കേൾക്കുന്നത്. അവർ നോക്കാൻ നേരത്ത് കുറെ പേര് മൗണ്ട് ഹോസക്റ്റിലേക്ക് കുറെ സാധനങ്ങളായിട്ട് അകത്തേക്ക് കയറുകയായിരുന്നു. എടാ, താഴ്ത്തിരല്ലേ, സൂക്ഷിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അല്ല, ഇതൊക്കെ ആരാണ്? എടാ, അവിടെ വെക്കില്ലേ, അപ്പുറത്ത് വെക്ക്. അല്ല ഗ്രേറ്റ് ബ്രദർ, ഇത് ആ, നിങ്ങൾ തിരിച്ചെത്തിയോ? അല്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ, അതാണോ? അതെല്ലാവരും ജോലിക്കാരാണ്. ജോലിക്കാരോ? അതെ, നമ്മൾ നമ്മുടെ ടെമ്പിള് കംപ്ലീറ്റ്ലി ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് പോകുവാണ്. അല്ല, നിങ്ങൾക്കറിയാവുന്നല്ലേ നമ്മുടെ ടെമ്പിളിൻ്റെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ആ, എന്തായാലും മതി. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയി അവരെ സഹായിക്കാൻ നോക്ക്. എന്ത്? എൻ്റെ മക്കളെ, അവന്മാർ ഇതെല്ലാം ഇവിടെ വരെ കൊണ്ടുവന്നപ്പോൾ തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുവാണ്. നിങ്ങളും കൂടെ ഒന്ന് പോയി സഹായിക്ക്. ചെല്ലി പെട്ടെന്ന് പോകുന്നു പറഞ്ഞ് അവന്മാരെ പറഞ്ഞു വിടുകയും ചെയ്യും. ആ, നിങ്ങളെ മാത്രമല്ല കൂടുതൽ എല്ലാവരും വിളിച്ചെന്ന് പറഞ്ഞ് പിള്ളേരെ എല്ലാവരും അവരെ സഹായിക്കാനായിട്ട് പറഞ്ഞ് വിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം രാത്രിയാണ്. അവിടെയായിട്ട് ഒരു ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. എടാ, ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അത് യഥാർത്ഥ മീറ്റില്ലേ? ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. നമ്മൾ ഇത് മൗണ്ട് ഹോസക്ട് തന്നെയല്ലേ? സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. അവർക്ക് അവരുടെ കൊതി അടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാര്യം ആദ്യമായിട്ടാണ് മൗണ്ട് ഹോസക്റ്റിൽ നിന്ന് അവർക്ക് ഈ മീറ്റൊക്കെ കിട്ടുന്നത്. അവരെല്ലാവരും അത് ആഘോഷിച്ച് കഴിക്കുകയും ചെയ്തു. ചങ്മെങ് കാരണം നമ്മുടെ മൗണ്ട് ഹോസക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി തുടങ്ങി. അല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സത്യമാണ്, ഞാനും വിചാരിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്ഥലമൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നു. അതിലുപരി മീറ്റ് ആദ്യമായിട്ട് ഡിന്നർ ടേബിളിൽ കാണുന്നു. ദേ ഇപ്പോൾ പുതിയ കുറച്ച് സെറ്റ്സ് ഓഫ് യൂണിഫോമും കിട്ടി. ശരിയാണല്ലേ? ഇതേ സമയത്ത് അവനവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അല്ല, നീ എന്താണ് ചിന്തിക്കുന്നത്? ഹേ, ഞാൻ പൈസയുടെ വില ആലോചിക്കുകയായിരുന്നു. ശരിയാണല്ലേ, പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ ഇവിടെ ഉണ്ടാക്കിയത്. ആ, പറഞ്ഞിട്ട് കാര്യമില്ല, ഹൈറപ്സ് എന്തായാലും നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഉള്ളത് പറഞ്ഞാൽ കുറച്ചധികം ഞാൻ എൻജോയ് ചെയ്തിരുന്നു ഇതിനു മുമ്പൊക്കെ. എന്ത് എന്ത് ഈ പൈസ ഇല്ലാതെ കിടന്നതോ? അല്ല, പൈസ ഇല്ലാതെ കിടന്നത് നമ്മുടെ അവസ്ഥ കൊണ്ടല്ലേ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഗ്രേറ്റ് ബ്രദർ നല്ല സന്തോഷത്തിലാണ്. ആദ്യത്തിൻ്റെ ചിരിയിൽ തന്നെ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ല ബ്രദർ, ആ എന്ത് പറ്റി? ഇനി ഇനി നമ്മൾ എന്ത് ചെയ്യും? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, മൗണ്ട് ഹോസക്റ്റി നന്നായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഇനിയും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. നമ്മളും കുറച്ച് പ്രിപ്പയർ ആയിരിക്കണ്ടേ? പെട്ടെന്ന് അവൻ ആ വസ്ത്രത്തിലേക്ക് നോക്കി. നീ പറഞ്ഞത് ശരിയാണ്. നമ്മളും ശരിക്കും പ്രിപ്പയർ ആയി തന്നെ ഇരിക്കണം. അല്ല, ഞാനീ പറഞ്ഞത് ഈ പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. നീ തന്നെ കണ്ടതല്ലേ, ആ ഒരു ചെസ്സിനകത്ത് കുറേയധികം മാർഷൽ ആർട്ട് ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്. അയ്യോ, എൻ്റെ കാലൊരു തുണി കുടുങ്ങിയല്ലോ. ഇതിൽ കുറെ പൈസയൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഗോൾഡ് ബാറൊക്കെ ഇരിപ്പുണ്ടല്ലോ. സത്യമാണല്ലേ, അവൻ്റെ അഭിനയം ഒരു കാശിനും കൊടുത്തില്ല. എനിക്ക് അപ്പം തന്നെ തോന്നിയായിരുന്നു അവൻ ഒപ്പിച്ച പണിയാണെന്ന്. പക്ഷെ എന്നാലും അത്രയും പൈസ അവനോട് നല്ല കിട്ടിയത് ആർക്കറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ കാരണം ഇപ്പോൾ മൗണ്ട് ഹോസക്റ്റി നന്നായിട്ട് ചേഞ്ച് ആകുന്നുണ്ട്. അത് ശരിയാണ്. എനിക്കും തോന്നുന്നത് നാളെ മൗണ്ട് ഹോസക്റ്റി ഇനി നന്നായിട്ട് ചേഞ്ച് ആകും. മേ ബി നമ്മൾ അതിനു വേണ്ടി കൂടെ പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവൻ്റെ ചേഞ്ചസ് കാരണം നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ശരിയാണ്. അല്ല ബ്രദർ, ഞാൻ എന്തായാലും പോണം കേട്ടോ. അല്ല, പറഞ്ഞതുപോലെ ചങ്മെങ് എന്തേ? അവനെ കണ്ടില്ലല്ലോ. അവനെ രാവിലെ തൊട്ട്. ആ, നീ കേട്ടില്ലായിരുന്നല്ലേ? അവൻ സെക്യൂരിറ്റിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവനെ കാണണമെന്ന് പറഞ്ഞ്. എന്ത്? സെക്യൂരിറ്ററോ?
അത് തന്നെ. അല്ല, സെക് ലീഡർ എന്തിനായിരിക്കും അവനെ കാണാൻ പറഞ്ഞത്? പിന്നെ കാണിക്കുന്നത് സെക് ലീഡറും പിന്നെ 2 ഒഫീഷ്യൽസും പിന്നെ ചങ്മിങ്ങും കൂടെ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇത് വളരെ നാച്ചുറൽ ആയിട്ടൊരു കാര്യമല്ലേടാ. നീ കണ്ടുപിടിച്ചതിൽ ഒരു ഗ്രേറ്റർ ഉള്ള റിവാർഡ് ഞങ്ങൾ നിനക്ക് തരുന്നു. നിന്റെ അച്ചീവ്മെന്റ്സിനുള്ള റിവാർഡ് തന്നില്ലെങ്കിൽ ഇവിടെ എന്തർത്ഥമായിരിക്കുന്നത്? സോ അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചത്. റിവാർഡോ? എനിക്കോ? ആ, എന്തേ നിനക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടാ ചോദിക്കാനുണ്ടോ? അല്ല, ഒന്നുമില്ലെങ്കിലും അത്രയും പൈസ നീ ഇവിടേക്ക് കൊണ്ടുവന്നു. മേ ബി അതിൻ്റെ അന്ന് എന്തെങ്കിലും തന്നാ മതിയോ? അങ്ങനെ ചോദിച്ചാ അത് വേണ്ട. എനിക്ക് പൈസയിലൊന്നും പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ശരിക്കും നിനക്ക് വേണ്ടേ? വേണ്ട വേണ്ട. അല്ലെങ്കിലും അതെനിക്ക് കിട്ടിയാലും ഞാൻ മൗണ്ട് ഹോസെക്കിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. ഇവനെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇവൻ സത്യം പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയായിട്ട് തന്നെയാണ്. എന്തിനാണ് എനിക്ക് ഈ കളവൻ്റെ പൈസ? ഓൾറെഡി കുറേയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആ സീക്രട്ടുള്ള സ്റ്റോറേജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നിനക്ക് മറ്റെന്തെങ്കിലും വേണോ? ലൈക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി. നമ്മൾ എന്തായാലും നോക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെക്നിക്സോ? വേണ്ട. ടെക്നിക്സ് ഒന്നും വേണ്ട. എന്ത്? ടെക്നിക്സും വേണ്ടേ? അല്ല, അത് പിന്നെ നമ്മുടെ ആക്സസറീസ് ഒക്കെ ഓൾറെഡി ഒരു ഓർഡർ ചെയ്ത് വെച്ചിട്ടില്ലേ? സോ മേ ബി ഞാനെന്തിനാണ് അത് തെറ്റിക്കുന്നത്? അതങ്ങോട്ട് ചെയ്താൽ പോരെ? ആ, നീ പറഞ്ഞത് ശരി തന്നെയാണ്. പിന്നെ ഓർഡർ ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഞാനാണ് നിങ്ങളൊക്കെ പഠിപ്പിച്ചു തരേണ്ടത്. അതിലുപരി ഇനിയും കുറേ ടെക്നിക്ക് ബാക്കിയുണ്ട്. അതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്? അതും നാച്ചുറലി ആ സീക്രട്ടുള്ള ടെക്നിക്ക് ഞാൻ എങ്ങനെ ഇവരുടെ കൈ കൊണ്ടേ കൊടുക്കും? പക്ഷേ റിവാർഡ്, ഞാൻ എന്ത് റിവാർഡാണ് ഇപ്പോൾ ഇവരോട് ചോദിക്കേണ്ടത്? ആ, ശരിയാണ്. സെക് ലീഡർ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഹോയിലേക്ക് പോകാനുള്ള ഒരു അനുവാദം തരുമോ? മൗണ്ട് ഹോസെക്കിൽ നിന്ന് താഴത്തേക്ക് അവിടേക്ക് പോകാനായിട്ട്. ആദ്യം എനിക്ക് ഫ്രീഡം വേണം അച്ചീവ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. അല്ല, താഴത്ത് ഹൂയിലേക്ക് പോകാനാണോ? അത് തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ മാത്രമല്ല നിന്നിട്ടുള്ളത്. മേ ബി അവിടേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ലോകം എന്തെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നീ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ അത് മൗണ്ട് ഹോസെക്കിൻ്റെ റെഗുലേഷൻസിനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അതെനിക്കൊരിക്കലും എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിന്റെ അച്ചീവ്മെൻറ്റ് ശരിക്കും വേർത്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മൗണ്ട് ഹോസെക്കിന് എതിരെ നിൽക്കുന്നൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല. ഓഹ്, ഇത് അല്ല, നിനക്ക് മറ്റെന്തെങ്കിലും വേണോ? എന്നാരെങ്കിലും ചോദിച്ചോളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് പറ്റത്തില്ല. പിന്നെ ആ, കിട്ടി. സെക് ലീഡർ, താങ്കൾ താങ്കൾ കണ്ടതല്ലേ എൻ്റെ ശരീരം വളരെ മോശമായ അവസ്ഥയിലാണ്. ആ, ഞാൻ കണ്ടിരുന്നു. താങ്കൾ ഡോക്ടർ പറഞ്ഞ് കേട്ട് കാണുമല്ലോ എൻ്റെ ഇന്റേണൽ എനർജി കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആണ്. ആ, അതും കേട്ടിരുന്നു. അല്ല, അതിന് താങ്കൾ എനിക്ക് കുറച്ച് ലൈഫ് പിൽസ് തരുമോ? എന്ത്? പിൽ ഓഫ് ലൈഫ്സാ? അത് തന്നെ അത് തന്നെ. അതാകുമ്പോൾ എൻ്റെ ഹെൽത്ത് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമല്ലോ. ഓ, അങ്ങനെയാണല്ലേ. സെക് ലീഡർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവർ രണ്ടുപേരും സെക് ലീഡറിനെ നോക്കി. ചങ്മ്യങ്ങിന് നല്ല ഹോപ്പുണ്ടായിരുന്നു. ഇതേ സമയം അദ്ദേഹം ഒന്നും മിണ്ടാതെ കുറച്ച് ചായ കുടിച്ചിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ മൗണ്ട് ഹോസെക്റ്റിന്റെ കറണ്ട് ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ ഡിസിപ്ലിൻ ചങ്മ്യങ്ങിന് എപ്പോൾ വേണമെങ്കിലും മൗണ്ട് ഹോസെറ്റ് വിട്ട് താഴത്തേക്ക് പോകാനുള്ള അനുവാദം നൽകുന്നു. എന്ത്? ആ, ഗുഡ് ചോയ്സ് സെക് ലീഡർ. ആ, ഒരു കാര്യം ചെയ്. ഡിസിപ്ലിൻ ചങ്ക്, നീ എന്തായാലും ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയല്ലേ? പോയിട്ട് വാ. പിന്നെ വേറൊരു കാര്യം മറക്കണ്ട കേട്ടോ. താഴത്ത് ഹുവയിലേക്ക് പോകാനുള്ള അനുവാദം മാത്രമേ നിനക്കുള്ളൂ. അല്ലേ സെക് ലീഡർ? അപ്പോൾ ലൈഫ് പില്ലോ? അതുപോലെ തന്നെ നീ എന്തായാലും സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്തോണം. നിനക്ക് മാത്രമുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് ജസ്റ്റ് അവനങ്ങോട്ട് ഉന്തി പുറത്താക്കി. അല്ല സെക് ലീഡർ, ലൈഫ് പില്ല് മതി. പെട്ടെന്ന് ആ ഡോർ അങ്ങോട്ട് അടച്ച് കളയും ചെയ്തു. സെക് ലീഡർ പിന്നെ ചങ്മ്യങ് അവൻ്റെ മനസ്സിൽ പറയും ചെയ്യും, കള്ളക്കളവാ, നിനക്ക് 2 ലൈഫ് പില്ലെങ്കിലും എനിക്ക് തരാൻ മേലേ? ഇതേ സമയത്ത് അകത്തിരുന്നുകൊണ്ട് നമ്മുടെ സെക് ലീഡറിൽ മനസ്സിൽ പറയും ചെയ്യും, എടാ കൊച്ചുകുരുപ്പേ, എൻ്റെ പോലും ഓർമ്മയില്ല, പിന്നെ ഞാൻ നിനക്ക് എവിടെ നിന്ന് എടുത്തിട്ട് തരാനാണ്? ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മൗണ്ട് ഹോസെക്കിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.